പാസ്. ടീം എയോടാണ് ചോദ്യം. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. താനെ ടൂപ്പല്ല. അങ്ങനെ നമ്മൾ കൊടുങ്കാറ്റുകൾക്ക് അങ്ങനെ വരുന്ന ഏർപ്പാടില്ല. അയില അയിലല്ല. ടീം സി. മുംബൈ അല്ല, സ്ഥലത്തിന്റെ പേരല്ല കേട്ടോ. താനെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ. ടീം ഡി പാസ്. ടീം ഇ വെറുതെ വെറുതെ വെറുതെ. ഓഡിയൻസ് ഇത്ര ഉണ്ടോ? ഐറിൻ അല്ല, മുർജാൻ എന്നാണ്. ഇനി മുർജാൻ MURJAN. അതിനപ്പുറത്തെ കൊടുങ്കാറ്റ് നീലം, പിന്നെ മഹാസൻ, പിന്നെ ഫെയിലിൻ. ആ രീതിയിൽ നിങ്ങൾക്ക് ആ കൊടുങ്കാറ്റുകൾക്ക് കംപ്ലീറ്റ് സൈക്ലോൺസിനൊക്കെ നെയിം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി സദസ്സിലെ ചോദ്യമാണ്. ഒന്നാമത്തെ റൗണ്ടിലെ ഇത്രയും ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ സദസ്സിലുള്ള ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധം ഒരു ഇറ്റാലിയൻ ഉല്ലാസ കപ്പൽ അടുത്തിടെ തകരുകയുണ്ടായി. ഈ ഉല്ലാസ കപ്പലിന്റെ പേരെന്താണ്? കൈമുഖിയാകും. കോസ്റ്റ കോൺകോർഡിയ. ഉത്തരം വളരെ ശരിയാണ്. ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ റൗണ്ട് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ റൗണ്ടിലും A മുതൽ F വരെ തന്നെയായിരിക്കും ചോദ്യങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടാകുക. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് യഥാർത്ഥത്തിൽ വൈദ്യുതി മേഖലയുടെ ഉൽപാദനവും പ്രസരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ടീം A തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടാണ് ആദ്യത്തെ ചോദ്യം. സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ആയിട്ടുള്ള ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയുള്ള സംവിധാനമാണ് സ്മാർട്ട് ഗ്രിഡ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ സ്മാർട്ട് ഗ്രിഡ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രാരംഭഘട്ടത്തിലാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഗ്രിഡ് നടപ്പിലാക്കാൻ വേണ്ടി സ്മാർട്ട് ഗ്രിഡ് ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെയർമാൻ ആരാണ്? സ്മാർട്ട് ഗ്രിഡ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. കാരണം യഥാർത്ഥത്തിൽ IT-യുടെ പൂർണ്ണമായ സാധ്യതകൾ വൈദ്യുതി മേഖലയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് സ്മാർട്ട് ഗ്രിഡിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ ആരാണ്? KC വേണുഗോപാൽ ശരിയല്ല, അദ്ദേഹം ഊർജ്ജ സഹമന്ത്രിയാണ്. ടീം B തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ്. വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. മൻമോഹൻ സിംഗിന് അത്ര പ്രശസ്തി ഉണ്ടാവില്ല. ടീം C മുണ്ടേക് സിംഗ് അലുവാലിയ അല്ല. ടീം D സാം പെട്രോള. ഉത്തരം വളരെ ശരിയാണ്. ടീം D നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്കിന് 5 മാർക്ക്. സാം പിട്രോടെയാണ്. യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് ഗ്രിഡ് നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിന്റെ വൈദ്യുതി മോഷണം, അതുപോലെ വൈദ്യുതിയുടെ റിലയബിലിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോള്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, അതുപോലെ ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്, ധാരാളം കാര്യങ്ങളിൽ IT-യുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഗ്രിഡ്. ഈ സാം പിട്രോഡ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഉപദേഷ്ടാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഇതിന്റെ അഡ്വൈസറായി ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. അത് 4000 മെഗാവാട്ടിലധികം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായി വരുന്ന സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കി നൽകും. അപ്പൊ നമ്മള് ആ പദ്ധതി അങ്ങനെ ചെയ്യാനുള്ള പ്രധാന ഇത്തരം പദ്ധതികൾ നമ്മൾ അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകൾ എന്ന് പറയും. ഇത്തരം പദ്ധതികളുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ നമ്മുടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംരംഭകർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം പവർ പ്രൊജക്ടുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. കുറെ പവർ പ്രൊജക്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്, കുറെ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം പവർ പ്രൊജക്ടുകളിൽ ആദ്യത്തേത്, അത് പൂർണ്ണമായും കമ്മീഷൻ ചെയ്യപ്പെട്ടില്ല. അതിൽ ഒരു പവർ പ്രൊജക്ട്, ഒരു അൾട്രാ മെഗാ പവർ പ്രൊജക്ടിന്റെ ഒരു ഭാഗം ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കമ്മീഷൻ ചെയ്യുകയുണ്ടായി.
ഇന്ത്യയിലെ ആദ്യത്തെ അൾട്രാ മെഗാ പവർ പ്രൊജക്ട് എന്ന് പറയും. ഈ പവർ പ്രൊജക്ട് ഏതാണ്? രാജസ്ഥാനിലല്ല, പറഞ്ഞോളൂ. മൂടംകുളം അല്ല. ടീം സി. ഗുജറാത്തിലെ വളരെ ശരിയാണ്. ടീം സി ഗവൺമെന്റ് പഠന സഹായത്തിൽ ഗുജറാത്തിലുള്ള മുന്ദ്ര എന്ന് പറയുന്ന അൾട്രാ മെഗാ പവർ പ്രൊജക്ട് ആണ് അതിന്റെ ആദ്യ യൂണിറ്റായ 800 മെഗാവാട്ട് കമ്മീഷൻ ചെയ്തത്. യഥാർത്ഥത്തില് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ 2 ലക്ഷ്യങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുക. 2, കുറഞ്ഞ നിരക്ക് ജനങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുക. അപ്പോൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകൾ അവാർഡ് ചെയ്യുന്നത് താരിഫ് ബേസ്ഡ് ബിഡിങ്ങിലൂടെയാണ്. അതായത് ഈ എടുക്കുന്ന ഇത്തരം ഈ പ്രൊജക്ട് കൊണ്ടുവരുന്ന ആള് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകൻ എത്ര കുറഞ്ഞ താരിഫിൽ കൊടുക്കുമെന്നുള്ളതാണ് ഈ ബിഡിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ ഏറ്റെടുത്ത പല അൾട്രാ മെഗാ പ്രൊജക്ടുകളിലെയും സംരംഭകർ ഇന്ന് കോളിനൊക്കെ വില കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയർന്ന നിരക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറഞ്ഞ നിരക്ക് അണ്ടർ കോട്ട് ചെയ്തുകൊണ്ട് പ്രൊജക്ടുകൾ ഏറ്റെടുക്കുകയും പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉയർന്ന താരിഫ് തന്നാലേ ഈ പ്രൊജക്ട് ആരംഭിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകളിൽ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഈ ടീം സിയോടുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kVയിലാണ്. 11,000 വോൾട്ടിലാണ് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനേക്കാൾ ഉയർന്ന വോൾട്ടതയിൽ ലോകത്ത് പലയിടത്തും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനറേറ്റിംഗ് വോൾട്ടേജ് കേരളത്തിൽ 11 kV ആണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? 750 kV. ഉത്തരം ശരിയല്ല. ടീം ഡിയോടാണ് ചോദ്യം. 66 kV ശരിയല്ല. ടീം ഇ മാനന്തവാടി 1000 kV. 1000 kV ഉത്തരം ശരിയല്ല. കാരണം ഇന്ത്യയിൽ സാധാരണ 11 kVയിലാണ് വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. ടീം എഫ് 110 kV ഉത്തരം ശരിയല്ല. ടീം എ തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 400 kV ഉത്തരം ശരിയല്ല. ഉൽപാദന വോൾട്ടേജ് ആണ്. ടീം ബി 120 kV ഉത്തരം ശരിയല്ല. അപ്പോൾ ഇനി ഓഡിയൻസിനോടാണ്. യഥാർത്ഥത്തിൽ ജനറേറ്റിംഗ് വോൾട്ടേജ് ഒരു പരിധിയിലപ്പുറം കൂട്ടാൻ പറ്റില്ല. കാരണം ജനറേറ്റിംഗ് വോൾട്ടേജ് കൂട്ടുമ്പോൾ അതിന്റെ ഇൻസുലേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുന്നതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ സാധാരണ 11 kVയിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉത്തരം പറഞ്ഞ പോലെ 1000 kV അത്രയോ ഉയർന്ന കെവിയിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചന നിങ്ങൾ ഓഡിയൻസ് ആയതുകൊണ്ട് തരികയാണ്. 22 kV ചൈനയിലെ 3 gorgeous men. 22 kV ശരിയല്ല. എന്നാലും അടുത്തെത്തിയിട്ടുണ്ട്. 37 kV തെറ്റാണ്. 75 kV തെറ്റാണ്. ആദ്യം പറഞ്ഞാല് ലേശം അടുത്തെത്തിയിരുന്നു, പിന്നെ എല്ലാവരും ഡീവിയേറ്റ് ചെയ്ത് പോയി. 21 kV വളരെ ശരിയാണ്. 21 kV ആണ്. അപ്പോ റഷ്യയിലാണ് 21 kVയിൽ വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. അങ്ങനെ ഓഡിയൻസ് ഒരിക്കൽ കൂടി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി ടീം ഡിയോടാണ്. രണ്ടാമത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യമാണ്. നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്കിനോടാണ് ചോദ്യം. ഈ 80കൾ വരെ യഥാർത്ഥത്തിൽ നമുക്ക് ട്രാൻസ്മിഷൻ രംഗത്ത് ഒരു നാഷണൽ ഗ്രിഡ് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തും ഗ്രിഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അതിനു പകരം 80കളിലാണ് നമ്മൾ നാഷണൽ ഗ്രിഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. കാരണം ഇതിനെ ദേശീയ തലത്തിൽ തന്നെ ട്രാൻസ്മിഷൻ രംഗം മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ആലോചന ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടി 1989 നാഷണൽ പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ രൂപീകരിച്ചു. 1989 ഈ സ്ഥാപനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്തരം വളരെ ശരിയാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്.
നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്കിന് 10 മാർക്ക്. കാരണം ഇന്ത്യയിലെ നവരത്ന കമ്പനികളിൽ ഒന്നാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രാൻസ്മിഷൻ കമ്പനികളിൽ ഒന്നാണ്. ധാരാളം ഇന്ത്യയിൽ തന്നെ ആകെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജനറേറ്റഡ് പവറിന്റെ 51% പവർ ഗ്രിഡിന്റെ നെറ്റ്വർക്കിലൂടെയാണ് പോകുന്നത്. ഇതുകൂടാതെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. 25,000 കിലോമീറ്ററോളം ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ഈ ട്രാൻസ്മിഷൻ ടവറിലൂടെ ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു കമ്പനി, നമ്മുടെ പൊതുമേഖലയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ പൊതുമേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ടീം ഇയോടാണ് ചോദ്യം. ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ജനുവരി മാസത്തിൽ, ഭൂരിഭാഗം ഞങ്ങളുടെ ഇവിടുത്തെ ചോദ്യങ്ങളും ജനുവരി മാസത്തിലെ തന്നെ വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജനുവരി മാസത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രൊജക്ട് ഇന്ത്യയിൽ കമ്മീഷൻ ചെയ്യപ്പെടുകയുണ്ടായി. ഏഷ്യയിൽ ഏറ്റവും വലുതാണ്. മധ്യപ്രദേശിലെ സതാർ അല്ല. ടീം എഫ്, പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്. ഒറീസ ഉത്തരം ശരിയല്ല. ടീം ബി, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ്. തമിഴ്നാട് ഉത്തരം ശരിയല്ല. ടീം സി, ഗവൺമെന്റ് ബഡൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഗുജറാത്തിലെ ഉത്തരം പൂർണ്ണമായും ശരിയല്ല. കൃത്യമായ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റും, പറയാം. ഗുജറാത്തിലെ കച്ച്. അപ്പോ ഉത്തരം ശരിയാണ്. ടീം ഡി, ടീം ഡിക്ക് 5 മാർക്ക്, ടീം സിക്ക് 2.5 മാർക്ക്. ഗുജറാത്തിലെ കച്ചില് നിങ്ങൾ പറഞ്ഞ ഗുന്ദേവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഞാൻ പറഞ്ഞ ഒക്ടോബറിൽ മോസർ ബെയറിന്റെ ഒരു സോളാർ പവർ പ്രൊജക്റ്റ് ആയിരുന്നു ഏറ്റവും വലുതുണ്ടായിരുന്നത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ 40 മെഗാവാട്ടിന്റെ പവർ പ്രൊജക്ട് കച്ചിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊജക്ട്. യഥാർത്ഥത്തിൽ സോളാർ പവറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഒരു സോളാർ പവർ പ്രൊജക്ട് നിർമ്മാണം ആരംഭിച്ച് കമ്മീഷൻ ചെയ്യാൻ ഏകദേശം 1.5 മാസം മതി, എല്ലാ സൗകര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ. അപ്പോൾ വളരെ പെട്ടെന്ന് മാറി വരുന്ന ഒരു ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അന്നത്തെ പത്രം വായിച്ചു നോക്കിയിട്ട് മാത്രം ഉത്തരം പറയാൻ പറ്റുമെന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പൊ പോയിന്റ് ക്ലിയർ അല്ലേ? ടീം ഡിക്ക് 5 മാർക്ക്, ടീം സിക്ക് 2.5 മാർക്ക്. ഇന്ത്യയിൽ 2010-11 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രസരണ വിതരണ നഷ്ടം ഏത് സംസ്ഥാനത്താണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ടീം എഫിനോടാണ് ചോദ്യം. പാലക്കാട് വിക്ടോറിയ കോളേജ്. കേരളം ഉത്തരം ശരിയല്ല. ടീം എ. തമിഴ്നാട് ഉത്തരം ശരിയല്ല. ടീം ബി. ഒറീസ ഉത്തരം ശരിയല്ല. ഒറീസയിൽ വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. ടീം സി. മധ്യപ്രദേശ് ഉത്തരം ശരിയല്ല. ഹിമാചൽ പ്രദേശ്. ടീം ഡി, ഹിമാചൽ പ്രദേശ് ഉത്തരം ശരിയാണ്. ടീം ഡി, നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്കിന് 5 മാർക്ക്. ഹിമാചൽ പ്രദേശിൽ 14% യഥാർത്ഥത്തിൽ TND ലോസ്. കേരളത്തിലാണെങ്കിൽ അത് 16.09%. 2ാം സ്ഥാനത്ത് കേരളമാണ്. ഹിമാചൽ പ്രദേശിനെ യഥാർത്ഥത്തിൽ 35% മാത്രമേ ഗാർഹിക ചെറുകിട ഉപഭോക്താക്കളുള്ളൂ. കൂടംകുളം ആണവ നിലയത്തെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വലിയ വിവാദമായ ആണവ നിലയമാണ്. ഇത് തമിഴ്നാട്ടിലാണ്. നമ്മളെ തിരുവനന്തപുരത്തോട് വളരെ അടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യം ഇതാണ്: ഏത് ജില്ലയിലാണ് കൂടംകുളം നിലയം സ്ഥിതി ചെയ്യുന്നത്? നാഗർകോവിൽ ഉത്തരം ശരിയല്ല. സേലം ശരിയല്ല. കന്യാകുമാരി ശരിയല്ല. തൂത്തുക്കുടി ശരിയല്ല. ഇത് വളരെ പ്രശസ്തമാണ്. ആ മേഖല എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയയുള്ള ഒരു ജില്ലയാണ് തമിഴ്നാട്ടിൽ. തിരുനെൽവേലി. ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി റൗണ്ട് 3 ആണ്. ചോദ്യം ഇതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? സദസ്സിൽ നിന്ന് ആരും ഉത്തരം പറയരുത്, സൂചനകളായത് കെ ഗോപാലൻ. ഉത്തരം വളരെ ശരിയാണ്. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 10 മാർക്ക്. ഭാവിയുടെ സാങ്കേതിക വിദ്യ എന്നാണ് നാനോ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ നാനോ ടെക്നോളജിയെ കുറിച്ച് അറിയപ്പെടുന്നത്. ഈ നാനോ ടെക്നോളജി എന്നുള്ള പേര് കോയിൻ ചെയ്യപ്പെടുന്നത് പോലെ 1974 എന്നാൽ ഇതിന് വളരെ മുന്നേ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ സംബന്ധിച്ചിട്ടുള്ള പേരില്ലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നാനോ ടെക്നോളജിയുടെ പേര് കോയിൻ ചെയ്യപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, നാനോ സാങ്കേതിക വിദ്യ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇദ്ദേഹത്തിന് 1965 ഫിസിക്സിനുള്ള നോബൽ സമ്മാനവും കിട്ടിയിട്ടുണ്ട്. വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. 1988 ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ നാനോ ടെക്നോളജിയെ സംബന്ധിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് പൊതുവെ ഇത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ടീം ബി CV രാമൻ, ഇന്ത്യക്കാരനല്ല. ടീം സി ഫ്രീഡ്മാൻ, റിച്ചാർഡ് ഫെയ്ൻമാൻ. ഉത്തരം വളരെ ശരിയാണ്. നിങ്ങൾക്ക് വളരെ രുചികരവും രസകരവുമായ 3-4 സാധനങ്ങളുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഈ സാധനങ്ങളുടെ പേര് വളരെ രസകരമായ ഫുഡുകളാണ്. കപ്പ് കേക്ക്, ഡോനറ്റ്, എക്ലെയർ, ഫ്രോയോ. ഇത് ഐസ്ക്രീമിന്റെ പല രൂപങ്ങളാണെങ്കിൽ പോലും ഈ സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സോഫ്റ്റ്വെയറുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന 4 സാധനങ്ങളുടെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടാണ് ഈ സാധനങ്ങൾ? ഈ പേര്